അങ്ങനെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞ രാജ്യത്തേക്കാണ്. അപ്പോൾ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് തന്നെ എൻ്റെ എയർബിഎൻബി ബുക്ക് ചെയ്ത ആൾ ഹോസ്റ്റ് നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളി എന്നെ വന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ആദ്യം പറ്റിപ്പോയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ ഇല്ലായിരുന്നു എയർപോർട്ടിൽ. അതെനിക്ക് വലിയൊരു പണി തന്നു. അപ്പം വൈഫൈ വർക്കാകത്തുണ്ട്. നമ്മൾ എയർപോർട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഈ വൈഫൈയുടെ ഒരു വിഷയമാണ് കേട്ടോ. ഒന്നും കണക്റ്റ് ആകുന്നില്ല, ഒരു നെറ്റ്വർക്കും ഇല്ല. പുള്ളിയോട് പറഞ്ഞ് വരുമ്പോൾ ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ പുള്ളിക്ക് മെസ്സേജ് അയക്കണമെന്ന് സ്റ്റോപ്പായിരുന്നു. കാരണം ഞാനത് ഇ സിം എടുക്കാൻ നോക്കി. ഇ സിം വേണമെങ്കിൽ വൈഫൈ വേണം. അവസാനം ഞാനൊരു ഫിസിക്കൽ സിം മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക്. അവസാനം ഞാൻ ഫിസിക്കൽ സിം മേടിച്ചു. അപ്പം അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. കുറേ നേരം അവിടെ കിടക്കേണ്ടി വന്നു. പിന്നെ സിം എടുത്തതിന് ശേഷം ഞാൻ പുള്ളിനെ മെസ്സേജ് അയച്ചു. പുള്ളി അന്നേരം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. പുള്ളി പണ്ട് എയർപോർട്ടിൽ സെക്യൂരിറ്റി ആയിട്ടോ അങ്ങോട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീടാണെങ്കിൽ 2 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നേരം ഞാൻ വേർത്ത് കുളിച്ചു അവിടെ, ഒരു നെറ്റ്വർക്കും ഇല്ലാഞ്ഞിട്ട്. അപ്പം മോണ്ടിനീഗ്രോ വരികയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നാട്ടിൽ നിന്നേ ഈ സിം ആക്ടിവേറ്റ് ചെയ്തിട്ടോ ആക്കി എടുത്തിട്ടൊക്കെ വരികയാണ്. ഇവിടുത്തെ ചില വീടുകൾ കൺസ്ട്രക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ, ഞാൻ ഈ കർണാടകത്തിലൊക്കെ ഇപ്പോൾ എല്ലാവരും കോൺക്രീറ്റ് ആയല്ലോ കേരളത്തിൽ, ഇങ്ങനെ ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള ഓടിട്ട വീടുകളുണ്ട്. അതുപോലെ ഓടിട്ട വീടാണ് ഇവിടെ. ഇപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 35 ഡിഗ്രി ഒക്കെ, അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ. ആൾക്കാരൊക്കെ ഇവിടെ നടക്കുന്നു. ഇപ്പം പക്ഷേ ഇവിടുത്തെ ഒരു എന്താ പറയുക, ക്ലൈമറ്റ് കാര്യങ്ങളൊരു കുറച്ച് ഹോട്ടാണ്. ചില വൃക്ഷങ്ങളും മരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ ഒരു ഇത് തന്നെയാണ് പ്ലാന്റ്സ് ഇരിക്കുന്ന രീതികളും കാര്യങ്ങളെല്ലാം. അങ്ങനെ ഞാനിന്നൊരു വോക്കിന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം റോട്ടിലധികം ആരെയും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഈ ചൂടായതുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ 5 മണിയായി, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. നടന്ന് ഇവിടെ സൂപ്പർ മാർക്കറ്റ് വന്നായിരുന്നു. എനിക്കൊരു UK പ്ലഗ് മേടിക്കാൻ വേണ്ടി. UK പ്ലഗ് ആണ് എൻ്റെ ഉള്ളത്. അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ Type-C എന്ന് പറഞ്ഞൊരു അഡാപ്റ്ററാണ് ഈ യൂറോപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ, HDL എന്ന് പറയും. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതൊന്നും ഇവിടെ ഇല്ലയെന്ന് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ ഞാൻ എയർപോർട്ടിനെ അങ്ങോട്ടും എല്ലാം പോകേണ്ടി വരും. കാരണം ഇവിടെ അങ്ങനത്തെ സംഭവം ഒന്നും കാണുന്നില്ല. പിന്നെ ഈ ഒരു ചെറിയ ഗ്രാമം പോലത്തെ ഗ്രാമമാണെന്ന് അറിയില്ല, കുറച്ച് ഔട്ട്സ്കേർട്സ് ആണിത്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റുകളും ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങൾ കാണുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ കാണുന്നുണ്ട്. ആൾക്കാർ കാറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഏരിയ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ കുറച്ച് കൺട്രി സൈഡ് പോലെ കാഴ്ചകൾ കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു മല പോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് തോന്നിക്കുന്ന രീതിയിലാണ് ചില മരങ്ങൾ. എനിക്കൊന്ന് മാങ്ങയാന്ന് തോന്നുന്നു കേട്ടോ. ഒരു മാവ് കാണുന്നുണ്ട് ഒരു വീട്ടിൽ. മാവല്ലെന്ന് കേട്ടോ, വേറെന്തോ ചെടിയാ, സോറി. പക്ഷേ ഞാൻ പൊമഗ്രാനൈറ്റ് കണ്ടായിരുന്നു ഇവിടെ. ഇത് പൊമഗ്രാനൈറ്റാണ്. അങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ ഓരോ രീതികൾ. ഒരു പട്ടി ഇങ്ങനെ കണ്ട് വരയ്ക്കുന്നു, കിളി പറയും. അപ്പോൾ ഇതൊരു കൺട്രി സൈഡാണ്. ഞാനിപ്പം UK അഡാപ്റ്റർ ഇവിടുത്തെ Type-C അഡാപ്റ്റർ കിട്ടാൻ വേണ്ടി ഞാൻ എയർപോർട്ടിലേക്ക് പോകണം. ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടാനില്ല. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇനി എനിക്ക് കുറേ നടന്ന് എൻ്റെ പൊന്നു എവിടേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് ഇവിടുത്തെ റെയിൽവേ ആണ് കേട്ടോ. കൺട്രി സൈഡാണ് മക്കളെ, ഒന്നും പറയണ്ട. അങ്ങനെ ഞാൻ അഡാപ്റ്റർ എല്ലാം മേടിച്ചിട്ട്, യൂണിവേഴ്സൽ അഡാപ്റ്റർ മേടിച്ച് ഞാൻ നടക്കാൻ, പിന്നെ ഞാൻ വലിയ റിസ്ക് എടുത്തില്ല. ഒരു ടാക്സി എടുത്ത് പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നിന്നൊരു തനതായ ഒരു സാൻഡ്വിച്ച് കഴിച്ചു. ഇവരുടെ ഒരു ട്രഡീഷണലാണ്, അതായത് ഈ മോണ്ടിനീഗ്രോ. പിന്നെ ഒരു നല്ലൊരു സ്വീറ്റ് ഡിഷ് അവിടെ അവർ സജസ്റ്റ് ചെയ്തായിരുന്നു. നല്ലൊരു സാധനമായിരുന്നു. അതെല്ലാം കഴിച്ച് എനിക്കൊരു 12.5 പൗണ്ടായി. കുറച്ച് എക്കണോമിക്കൽ ഓപ്ഷനാണ് ഞാൻ നോക്കിയത്. കുറേ ഫിഷും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നല്ല വലിയ ഫിഷ്, അവരുടെ കുറേ ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ അവരുടെ നല്ലൊരു ആംബിയൻസിലിരുന്നതിന് ശേഷം തിരിച്ച്
എൻ്റെ താമസ സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അടുത്ത ദിവസം നല്ലൊരു ടൂർ പാക്കേജ് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം